പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. മണക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് നിന്നാണ് മിഥില തത്സമയം ചേരുന്നത്. മിഥില, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില എങ്ങനെ? അതിൽ ഇപ്പോൾ 7 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? അതാണ് ആദ്യം അറിയേണ്ടത്. വിജയകുമാർ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആരോഗ്യനില ഇപ്പോൾ വിദഗ്ധ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 2 പേർക്ക് ഇതിൽ സാരമായി പരുക്കുണ്ട്. കാലിലാണ് ഈ 2 പേരുടെ പരുക്ക്. വിദഗ്ധ ചികിത്സ ഇപ്പോൾ നടക്കുന്നുണ്ട്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ 8 മണിക്ക് നടക്കും. ഒപ്പം തന്നെ ഏറ്റവും പുതിയ വാർത്ത എന്നത് എങ്ങനെ ഈ ദുരന്തമുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. ഇവിടെ അല്പസമയം മുമ്പ് ഫോറസ്റ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്ന് അല്പസമയം മുമ്പ് റൂറൽ SP കെ ബൈജി 24 പറഞ്ഞാണ്. ഇപ്പോൾ എനിക്കൊപ്പം NV ബാലകൃഷ്ണനുണ്ട്. നാളെ ഇവിടെ ഈ ഒരു പ്രദേശത്ത് പ്രാദേശികമായ ഒരു ഹർത്താലുണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കും. എന്താണ് നാളത്തെ ഒരു ഹർത്താൽ? എങ്ങനെയാണ് നാളത്തെ ഹർത്താൽ? കൊയിലാണ്ടി പട്ടണം ഒഴിവാക്കിയിട്ട് നഗരസഭയുടെ കിഴക്കൻ മേഖല, അതായത് റെയിലിന് ഈ ഭാഗത്തുള്ള കിഴക്ക് മേഖലയിലുള്ള വാർഡുകളിൽ ഹർത്താൽ ആചരിക്കാനാണ് സർവകക്ഷി സമിതി കൂടിയിട്ട് ഇപ്പോൾ ആലോചിച്ചത്. അങ്ങനെയാണ് ആ ഹർത്താലിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചത്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു നിങ്ങൾ കണ്ട കാഴ്ച? എന്തായിരുന്നു? ഞാൻ ഈ മണക്കുളങ്ങര ഈ ക്ഷേത്രത്തിലെ ഇന്നത്തെ അവസാനത്തെ ഉത്സവ ദിവസമാണ്. ധാരാളമായിട്ട് ആളുകൾ എത്തുന്ന ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ളൊരു മഹാദേവ ക്ഷേത്രമുണ്ട്, കുറുവങ്ങാട് മഹാദേവ ക്ഷേത്രം. അവിടുന്ന് മടക്കെഴുന്നള്ളത്ത് ആരംഭിച്ച് 4 ആനകളും അതുപോലെ വലിയ പാണ്ടിമേളമൊക്കെ ആയിട്ട് വരുമ്പോൾ സമയത്താണ് വലിയ ജനക്കൂട്ടം ഉണ്ടാവുക. ഇത് ആ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് 2 ആനകളും വാദ്യക്കാരൊക്കെ ആയിട്ട് പുറപ്പെട്ടു പോകുന്നൊരു ചടങ്ങുണ്ട്. ആ പുറപ്പെട്ടു പോകുന്ന ചടങ്ങ് ഇതിൻ്റെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രം ചുറ്റി പുറത്തേക്ക് പോവുക ചെയ്യുക. അങ്ങനെ അത് തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഈ ക്ഷേത്രത്തിന് മുമ്പ് 2 ആനകൾ, ഒന്ന് മുമ്പിൽ പീതാംബരൻ എന്ന് പറയുന്ന ആന പിറകിലും പിന്നെ ഗോകുൽ എന്ന് പറയുന്ന ആന മുമ്പിലുമായിട്ട് നടന്ന് തുടങ്ങിയിട്ടുള്ളൂ. നടന്ന് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ആഘോഷവരവ് അപ്പുറത്തുകൂടി വരുന്നുണ്ടായിരുന്നു. ആ ആഘോഷവരവിൻ്റെ ഭാഗമായിട്ട് ഒരു വെടിക്കെട്ട് അപ്പുറത്ത് പൊട്ടിക്കൊണ്ടിരുന്നു. സാധാരണ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൈതാനത്ത് മാത്രമേ വെടിക്കെട്ട് അനുവദിക്കാറുള്ളൂ, വെടിക്കെട്ട് വെച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് വെടിക്കെട്ട് ഉണ്ടാവാറില്ല. ഇത് അവിടുന്ന് ഇവിടെ തൊട്ടപ്പുറം കുളമാണ്. ആ കുളത്തിൻ്റെ അപ്പുറത്ത് വെടിക്കെട്ട് പൊട്ടിത്തുടങ്ങി. പൊട്ടി തുടങ്ങിയ സമയത്ത് ആനകൾ മുന്നോട്ട് നീങ്ങുകയാണ്. ആ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന ഗോകുൽ എന്ന് പറയുന്ന ആനേൻ്റെ പിറകിൽ കുത്തിയിട്ട് ആനേനെ അങ്ങോട്ട് മുന്നോട്ട് തള്ളി എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല പല തവണയായിട്ട് തള്ളി. അങ്ങനെ തള്ളിയപ്പോൾ മുമ്പിലുള്ള ഗോകുൽ എന്ന് പറയുന്ന ആന തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് ഓഫീസാണ്. ആ ഓഫീസിൻ്റെ വരാന്തയിലൊക്കെ പ്രായമായ സ്ത്രീകളൊക്കെ നിരന്നിരുന്നിട്ടാണ് ആഘോഷം കാണുന്നത്. അതെ. അപ്പോൾ ആന അങ്ങോട്ട് കയറിയപ്പോൾ കെട്ടിടം തകർന്നങ്ങോട്ട് വീണു. കെട്ടിടം തകർന്ന് വീണി ഇരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്കാണ്. അങ്ങനെയാണ് വലിയ ദുരന്തമായിട്ട് അത് ഉണ്ടായത്. ഇതാണ് വിജയകുമാർ ഉണ്ടായ അപകടം. ഞാനിപ്പോൾ അമ്പല പരിസരത്ത് തന്നെയാണുള്ളത്. ഇവിടെ ദൃശ്യങ്ങൾ കാണാം. ആ ഒരു കെട്ടിടമാണ് ആന ഇടഞ്ഞതിനെ തുടർന്ന് തകർന്നു വീണത്. ഇപ്പോൾ നിലവിൽ അറിയേണ്ടത് എങ്ങനെയാണ് ആന ഇടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം റവന്യൂ വകുപ്പിൻ്റെയും ഫോറസ്റ്റ് വകുപ്പിൻ്റെയും എല്ലാം തന്നെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി തന്നെ പോലീസും ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, യെസ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടം അത് ഓഫീസാണ്, ദേവസ്വം ഓഫീസാണ്. അത് തകർന്ന് അതിന് താഴെ ഉണ്ടായിരുന്ന 3 പേരാണ് ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട അതിലേക്ക് ഓടിക്കയറിയവരുണ്ടാകാം, അവിടെ കസേരകളിൽ ഇരുന്നവരുണ്ടാകാം. എന്തായാലും അവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ്, മരിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവർ ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് വീണും ഒക്കെയാണ് അപകടം ഉണ്ടായത്. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിലും താലൂക്ക് ആശുപത്രിയിലുമായി ആളുകൾ ചികിത്സയിലാണ്. വിശദാംശങ്ങളാണ് മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് നൽകിയത്.